Ciao amici Italia, ora sono in Italia. Benvenuto Italia, benvenuto nel mio vlog. ഞാനിപ്പോൾ സംസാരിച്ചത് ഇറ്റാലിയൻ ഭാഷയിലാണ്. ഞങ്ങളിപ്പോൾ ഇറ്റലിയിൽ വെനീസിലാണുള്ളത്. സോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഇറ്റലി, വെൽക്കം ടു മൈ വ്ലോഗ്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വ്ലോഗിലേക്ക് സ്വാഗതം. ഇതാണ് വെനീസ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ സ്റ്റേഷന്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ മുന്നിൽ വലിയ കനാലാണ്. ഗ്രാൻഡ് കനാൽ എന്നാണ് ഇതിന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഹൈവേ, നാഷണൽ ഹൈവേ ആണ് ഈ കനാൽ. ഇതിലൂടെയാണ് ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ടും. ബോട്ടാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മുടെ നാട്ടിൽ ബസ് ഉള്ളത് പോലെ ഇവിടെ ബോട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വാട്ടർ ബസ് എന്നാണ് പറയാ. ഇതുപോലുള്ള കൗണ്ടേഴ്സ് നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. വാപ്പറേറ്റോ പാസ് എന്ന് പറഞ്ഞിട്ട് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി പാസസ് അവൈലബിൾ ആണ്. അത് കണ്ടോ, ആക്ച്വലി അതൊരു കപ്പലാണ്. പക്ഷെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇവിടെയുള്ള ബിൽഡിങ്സ് ആണെന്ന്. പിന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കപ്പലാണെന്ന്. ഇപ്പൊ ഞങ്ങൾ വാട്ടർ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ റൂം എടുത്ത കാസ്റ്റല്ലോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എയർബിഎൻബിയുടെ സർവീസ് അപ്പാർട്ട്മെന്റ് തന്നെയാണ് എടുത്തത്. വാ, നമുക്ക് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാവ്, നല്ല അടിപൊളി റൂം, എല്ലാവർക്കും ഇഷ്ടമായി. ആക്ച്വലി ഇത് ചെറിയൊരു വീടാണ്, പക്ഷെ അവർ ഇവിടുത്തെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അതിന് വളരെ ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. 2 റൂംസ് ആണ്, ഒന്ന് താഴെയും ഒന്ന് മുകളിലും. മുകളിൽ എന്ന് പറയുമ്പം ശരിക്കും നമ്മളെ നാട്ടിലെ മച്ചുംപുറാണ്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഉച്ചയായി. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വെനീസ് കറങ്ങാൻ പോവാണ്. സോ നമുക്ക് വെനീസ് എങ്ങനെയാണെന്ന് കാണാം. ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ടാക്സി സർവീസ് ആണ്, സ്പീഡ് ബോട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആണത്. ഇവിടെ നമുക്ക് ഇതുപോലെ കുറെ ലക്ഷറി യാർഡ്സും ക്രൂസും ഒക്കെ കാണാൻ പറ്റും. അവിടെ നമുക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാം. പിന്നെ റെസ്റ്റോറൻറ്റ്സും ഉണ്ടാവും. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഫങ്ഷൻസും നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഐക്കോണിക് ബ്രിഡ്ജാണിത്. വൈറ്റ് സ്റ്റോൺ കൊണ്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിനെ ബ്രിഡ്ജ് ഓഫ് സൈസ് എന്നാണ് പറയുന്നത്. 100-ലധികം ഐലൻഡ്സ് ഉണ്ട് ഇവിടെ വെനീസില്. ബോട്ട് കനാൽസും ഫുഡ് ബ്രിഡ്ജസും ഒക്കെയാണ് ഈ ഐലൻഡ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള 400-ലധികം ഫുഡ് ബ്രിഡ്ജസ് ഉണ്ട് ഇവിടെ. ആ കപ്പലിലുള്ള ആൾക്കാരെ നോക്കിയേ, അതിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ ഈ വെനീസിൽ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഇവിടെ സീസൺ ആവുമ്പോ ഇത്രയും ചെറിയ ഈ ഐലൻഡിൽ ഒരു ദിവസം ഓൾമോസ്റ്റ് 1 ലക്ഷത്തിനടുത്ത് വരെ ടൂറിസ്റ്റുകൾ വരും. ഇതാണ് ഡോജ് പാലസ്. പണ്ട് വെനീസ് ഒരു സെപ്പറേറ്റ് കൺട്രി ആയിരുന്നപ്പോ അവരുടെ ഡോജ് എന്ന് പറഞ്ഞ സുപ്രീം അതോറിറ്റി, അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഡോജ് പാലസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇതൊരു മ്യൂസിയം ആണ്. കല്ലുകൾ പാകിയിട്ടുള്ള ഈ സ്ട്രീറ്റ്സിന് നമ്മൾ ആലീസ് എന്നാണ് പറയാ. അങ്ങനെ സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ആലീസിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഫുൾ ലക്ഷറി ബ്രാൻഡഡ് ഷോപ്സ് ആണ്.
വെനീസിലെ മറ്റൊരു ഫേമസ് അട്രാക്ഷൻ ആണ് ഈ ഗൊണ്ടോള. നാട്ടില് തോണിയില്ലേ, അത് തന്നെ. പക്ഷെ ഇത് കുറച്ച് സ്പെഷ്യൽ ആണ്. കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് സുന്ദരിയാക്കിയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ചേർച്ചിലൊരു കല്യാണം നടക്കുന്നുണ്ട്. ഞങ്ങളും ഗൊണ്ടോളയിൽ കയറാണ്. ഏകദേശം 30 മിനിറ്റുള്ള ഒരു റൈഡിന് 80 യൂറോസ് ആണ് ചാർജ്. മാക്സിമം 6 ആൾക്ക് വരെ കയറാം. പക്ഷെ ഒരാൾ കയറിയാലും 6 ആൾ കയറിയാലും 80 യൂറോ തന്നെ കൊടുക്കണം. നമ്മൾ നേരത്തെ കണ്ട് പുതിയാപ്പിളിയും പുതിയണ്ണും വീട്ടിലേക്ക് പോവാണ്. നാട്ടില് കാറിൽ പോകുന്ന പോലെ ഇവര് ബോട്ടിൽ പോകുന്നു. പിന്നെ ഇവിടെ ഇവരെ വിഷ് ചെയ്യുന്നത് ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ടാണ്. ഋഷി കാണുന്നവരോടൊക്കെ ഹായ് പറയുന്ന അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം കയറും. അത് കാരണം ഈ ഫസ്റ്റ് ഫ്ലോറിലൊന്നും ആരും താമസിക്കുന്നില്ല. ഗൊണ്ടോള റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് സെന്റ് മാർക്സ് സ്ക്വയറിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സ്പേസ് ആണിത്. രാത്രിയിൽ ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വെനീസ് കാർണിവൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാർണിവൽ നടക്കാറുണ്ട്. അതിന്റെ പ്രധാന ലൊക്കേഷൻ കൂടിയാണിത്. ഇവിടെ വലിയൊരു ക്ലോക്ക് ടവർ ഉണ്ട്. അതിനടുത്തായിട്ട് തന്നെ കാണുന്നതാണ് ദ ഫേമസ് സെന്റ് മാർക്സ് ബസിലിക്ക. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് അവിടെ എൻട്രി ഇല്ല. പക്ഷെ നാളെ രാവിലെ ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. രാത്രി ഒരുപാടായി. തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് നടക്കാണ്. എല്ലാവർക്കും നല്ല യാത്രാ ക്ഷീണമുണ്ട്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ കുറെ സൂനിയർ ഷോപ്സ് ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കയറി ഗൊണ്ടോളയും മുറാനോ ഗ്ലാസ് ഒക്കെ ഓരോന്ന് വാങ്ങി. ഇവിടെ ഒരാൾ നന്നായിട്ട് അക്കോർഡിയം പ്ലേ ചെയ്യുന്നുണ്ട്. നാളെ ഞങ്ങൾ വെനീസിലെ മറ്റ് ഐലൻഡുകളിലേക്ക് പോവും. അപ്പൊ അവിടുത്തെ കാഴ്ചകളായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.